ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് ഓഗസ്റ്റ് 16 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെയാണ് നാം ധ്യാനത്തിനായി എടുക്കുന്നത്. സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ശകാരിക്കാൻ മാത്രമുള്ളത്? കാരണം പറയുന്നില്ലെങ്കിലും ആ കാലത്തേക്കും ശിഷ്യരുടെ ചിന്തയിലേക്കും ഒന്ന് കടന്നു ചെന്നാൽ മനസ്സിലാവും. ഒന്നാമത്തെ കാരണം കുട്ടികളോടുള്ള സാമൂഹ്യ സാംസ്കാരിക കാഴ്ചപ്പാട്. യഹൂദ, ഗ്രീക്ക്, റോമൻ സമൂഹത്തിൽ കുട്ടികൾക്ക് ഏറ്റവും അടിത്തട്ടിലായിരുന്നു സ്ഥാനം. രണ്ടാമതായി, മതപരമായ കാര്യങ്ങളിൽ അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. വളരെ ഗൗരവമുള്ള അധ്യാപനം പോലുള്ള സമയത്ത് അവർ തടസ്സമായി, ശ്രദ്ധ തിരിക്കുന്ന ശല്യമായി കരുതപ്പെട്ടു. എന്തിന്? നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഗൗരവമുള്ളതെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ മുതിർന്നവർ ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്ന ആ പതിവ് പല്ലവിയില്ലേ: കുട്ടികൾക്ക് എന്താ ഇവിടെ കാര്യം, പോയി കളിച്ചേ. എന്നാൽ യേശുവിൻ്റെ മനോഭാവം വ്യത്യസ്തമാണ്. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. അവിടുന്ന് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു: എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അക്ഷരാർത്ഥത്തിലും ആലങ്കാരിക അർത്ഥത്തിലും കുട്ടികൾക്കും കുഞ്ഞുങ്ങളെപ്പോലെ പ്രാധാന്യമില്ലാത്തവരെന്ന്, സ്ഥാനമില്ലാത്തവരെന്ന് കരുതുന്നവർക്കും ഈശോയുടെ ഹൃദയത്തിലിടമുണ്ട്, സഭയിലിടമുണ്ട്, ഉണ്ടാവണം. ജോൺ പോൾ II പാപ്പ മുതൽ ഇങ്ങോട്ട് ബെനഡിക്റ്റ് പാപ്പ, ഫ്രാൻസിസ് പാപ്പ, ലിയോ പാപ്പ വരെ കുഞ്ഞുങ്ങളോടും രോഗികളോടും വൃദ്ധരോടും കാണിക്കുന്ന പരിഗണന വളരെ ഹൃദ്യമാണ്. സാധാരണ ഇന്ന് ലോകത്തെവിടെയും പാപ്പയെപ്പോലെ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇടം കിട്ടുക വളരെ അപൂർവമാണ്. പക്ഷെ പാപ്പ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്, വൃദ്ധരുടെയും രോഗികളുടെയും അടുത്തേക്ക് പാപ്പ കടന്ന് വരുമെന്ന്, ആലിംഗനം ചെയ്യുമെന്ന്. കുഞ്ഞുങ്ങളോടും സമൂഹത്തിൻ്റെ അതിരുകളിലേക്ക് തഴയപ്പെട്ടവരോടും നാം കാണിക്കേണ്ട പ്രത്യേക പരിഗണനയെക്കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായി ഒരു തീരുമാനമെടുക്കാം. രണ്ടാമതായി, കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കാൻ എന്നവർ, അത് അമ്മമാരായിരിക്കണം, കാണിച്ച തീക്ഷ്ണത ഇന്നത്തെ അമ്മമാർക്കും അപ്പന്മാർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ യുവാക്കളെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുക. അവിടുന്ന് കൈവച്ച് അഭിഷേചിക്കുന്ന കൂദാശകളിൽ പങ്കുചേർക്കുക. ദൈവീകമായ ഒരു ചുമതലയാണിത്. മൂന്നാമതായി, നമുക്കേവർക്കും ഒരു കുഞ്ഞിൻ്റെ ഹൃദയം സ്വന്തമാക്കാം. നിഷ്കളങ്കതയും ആശ്രിതത്വവും ക്ഷമയും നിറഞ്ഞൊരു ഹൃദയം. അടികിട്ടിയാലും കരഞ്ഞ് നിലവിളിച്ച് വീണ്ടും അമ്മയുടെ അടുത്തെത്തി ചുറ്റിപ്പിടിക്കുന്ന ആ കുഞ്ഞു മനസ്സ് നമുക്ക് വേണം. ഖലീൽ ജിബ്രാന്റെ വരികൾ: നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കാം, പക്ഷേ അവരെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയം ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ദ്വാരമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.